ഹായ് ഗെയ്സ്, നമ്മുടെ യാത്രകളിൽ സ്ഥിരമായിട്ട് ഒരാളെ ഞാൻ കൂടെ കൂട്ടുവാണ് കേട്ടോ. അതാരാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ ഞെട്ടും ഗെയ്സ്. അപ്പോൾ നമ്മൾ കൂടുതൽ എന്നാ പറയുന്നത്, സസ്പെൻസ് ഒന്നുമില്ല. ഇതാണ് ആ ആൾ കേട്ടോ. ഇതുണ്ടോ, കാണാമോ? ഇതാണ് കേട്ടോ. ഈ ഒരു ലേബൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ? അപ്പോൾ എന്തായാലും നമ്മൾ കുഞ്ഞ് ഡ്രോൺ വാങ്ങിച്ചിരിക്കുകയാണ് ഗെയ്സ്. ഞാനിത് ഇന്നലെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇന്നലെ വാങ്ങിച്ചതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മൈക്രോഫോൺ വർക്കാകാൻ കാരണം അതിൻ്റെ ഓഡിയോ ക്ലിയർ ആയിട്ടില്ലായിരുന്നു. അത് കാരണം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ സംസാരിക്കുന്നതൊക്കെ. അപ്പം അത് കാരണം വീണ്ടും റീഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗെയ്സ്. അപ്പോൾ നമ്മളെ ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം തന്നെ, ഇത് അമ്പാട്ടുകടവ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. അതായത് മലരിക്കലൊക്കെ പോലെ തന്നെ, മലരിക്കൽ പോലെ വൈറലായില്ലെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ആമ്പൽ വസം എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇതുണ്ടോ, ഏരിയ മുഴുവനും ആമ്പലാണ് കേട്ടോ. ഇത് കണ്ടോ, ഞങ്ങളുടെ ചുറ്റിനും ആമ്പലാണ്. ഇവിടെ വള്ളങ്ങളൊക്കെ കിടപ്പുണ്ട്. അവിടെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ വന്നാൽ അവർ വള്ളത്തേനെ ഇത് മുഴുവനും ചുറ്റി കാണിച്ചു തരും കേട്ടോ. അതുകൊണ്ട് ഇവിടെ അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് ഡ്രോൺ ഷോട്ടുകളൊക്കെ കാണാം. ഇത് ഫസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്യണം. ഇതിൻ്റെ പരിപാടി ഒന്നും എങ്ങനെയാണെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. എൻ്റെ നേരത്തെ ഒരു DJI Mini 2 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറത്തിയുള്ളൊരു പരിചയമുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ ഭയങ്കര കാറ്റാണ് ഗെയ്സ്, നല്ല കാറ്റാണേ. അടിപൊളി സ്ഥലമാണ്. ഇറങ്ങിക്കോ കുഞ്ഞ്. അപ്പം ഞാനും ഋതു കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഋതു ഒരു ഹായ് കൊടുക്കടാ, ഹായ് കൊടുക്ക്. ഇത് സ്കൂളിൽ പോയില്ല ഗെയ്സ്. ഇത് രാവിലെ ഭയങ്കര മഴയായിരുന്നു. അത് കാരണം എഴുന്നേറ്റില്ല. സ്കൂളിൽ പോകേണ്ട ടൈം കഴിഞ്ഞപ്പോൾ മഴയും പോയി. അത് കാരണം എൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഗെയ്സ്. അപ്പോൾ നമ്മുടെ ഡ്രോൺ ഇതാണ് കേട്ടോ. DJI ഫ്ലിപ്പ് എന്ന് പറയുന്ന ഡ്രോണാണ്. ഇതൊരു 3-4 മാസമേ പഴക്കം ഉണ്ടായിട്ടുള്ളൂ ഇത് എന്തായാലും വാങ്ങിച്ചിട്ട്. അപ്പോൾ ഞാനിത് യൂസ്ഡ് ആയിട്ടുള്ള സാധനമാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ നല്ല കാറ്റുണ്ട്. ഇത് കാറ്റത്ത് എത്രത്തോളം സ്റ്റെബിലിറ്റി നമുക്ക് തരുമെന്ന് എനിക്കറിയത്തില്ല. നല്ല കാറ്റുണ്ട് ഇവിടെ. അതുകൊണ്ട് എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. ഇതിങ്ങനെ ഹെവി ഡ്രോൺ അല്ലല്ലോ, മിനി ഡ്രോൺ അല്ലേ അപ്പം എന്താ പറയുന്നത്, ലൈറ്റ് വെയ്റ്റ് ഡ്രോണാണ്. അപ്പോൾ ഇത് എത്രത്തോളം എന്താ പറയുന്നത്, ഈ കാറ്റത്ത് നിൽക്കുമെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. ഇതെന്തായാലും നമുക്ക് 4K 60 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 ബിറ്റിൽ D-Log ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് റോ ഫുട്ടേജ് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രോണാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചെറിയ ചാറ്റ മഴയും കൂടി ഇവിടെ പെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ചാറുന്നുണ്ട് മഴ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷനുണ്ട്. കാരണം ഇതെങ്ങാനും നനഞ്ഞെങ്ങാനും പോയി കഴിഞ്ഞാൽ പണിയാകും. അതുകൊണ്ട് ഗെയ്സ് നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ഫ്ലൈ ചെയ്ത് നോക്കാം. ഇന്നലെയൊക്കെ ജസ്റ്റ് ഒന്ന് പറത്ത് നോക്കിയായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എല്ലാം മൊത്തത്തിൽ ഇതായിപ്പോയി കേട്ടോ. പരിപാടി നടന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. കാറ്റുണ്ടല്ലേ, ഇതുണ്ടോ? നല്ല കാറ്റാണ് ഇവിടെ. നല്ല കാറ്റുണ്ട്. ഇത് കണ്ടോ, കിടന്ന് കളിക്കുന്നുണ്ടോ? കണ്ടോ ഭയങ്കര കാറ്റാണ് കേസ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇതുണ്ടോ? എന്നാലും നമുക്ക് വിഷ്വൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അത് നമുക്ക് ഇതിനകത്ത് മറ്റേ ഗിംബലൊക്കെ ഉണ്ട്. ഗിംബലൊക്കെ വരുന്നുള്ളതുകൊണ്ട് ഇതുണ്ടോ, പ്രശ്നം വരുന്നില്ല. പിടിച്ചാ കുഞ്ഞേ. കുട്ടനാട് പോലെ തോന്നുന്നില്ല, പക്ഷെ ഇത് കുട്ടനാടല്ല ഗൈസ്. പിന്നെ എവിടെയാണ് ഗൈസ്? എനിക്കറിയത്തില്ല. അങ്ങ് പോയി ഗൈസ്. ഈ കാറ്റത്തൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. നമുക്ക് എന്തായാലും പിന്നെ കുറച്ച് വിഷ്വൽ കിട്ടുമോ നോക്കട്ടെ. ഭയങ്കര കാറ്റായത്. ഇങ്ങോട്ട് അച്ഛനെ എടുക്കുക, എന്നെ ഫേസിലോട്ട് പിടിക്കുക. ഭയങ്കര കാറ്റായതുകൊണ്ട് താട്ട് പിടിക്കണം. ക്യാമറ കുറച്ച് താട്ടാക്കി.
ഭയങ്കര കാറ്റായതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ വിഷയമെന്നൊന്നും നമുക്ക് പറയാൻ അറിയത്തില്ല. നമുക്ക് പറയാൻ അറിയത്തില്ലെന്നല്ല, എങ്ങനെ ആകുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാമേ. ഞങ്ങളങ്ങനെ ഡ്രോണൊക്കെ പറപ്പിച്ച് കഴിഞ്ഞു. ഡ്രോണിൻ്റെ ബാറ്ററി ലോ ആയി. ഇനി അത് പവർ ബാങ്കൊക്കെ കൊടുത്ത് ചാർജ് ചെയ്യണം. നമ്മുടെ ലാപ്പാണ്. ഇതുണ്ടോ സ്ഥലം കണ്ടോ? അടിപൊളി സ്ഥലമല്ലേ, നോക്കി ഉണ്ടാ കാറ് പോകുന്നുണ്ടോ? നമ്മുടെ സ്വന്തം കോട്ടയത്താണ് കേട്ടോ. കോട്ടയം കോട്ടയത്തുള്ള സ്ഥലമല്ലേ ഇത്? പിന്നെ ഇതെവിടാ? പിന്നെ എവിടാ? തൊട്ടടുത്ത് തൊട്ടടുത്തെന്ന് പറയുന്നത് കോട്ടയമാ. പോട്ടെ. അപ്പം നമ്മുടെ കയ്യിലുള്ള ഡ്രോണിനകത്ത് ഇപ്പോൾ ഒരു ബാറ്ററിയും ഒരു റിമോട്ടും ഡ്രോണും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വേറെ മറ്റേ മോർ ബണ്ടിൽ പാക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 3 ബാറ്ററിയൊക്കെ ആയിട്ട് എക്സ്ട്രാ വേറെ ബാറ്ററിയൊക്കെ കിട്ടും. അപ്പോൾ നമുക്കപ്പോൾ അത് വാങ്ങിക്കാനുള്ളൊരു ബഡ്ജറ്റ് നമ്മുടെ ഇല്ലാഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോംബോ വാങ്ങിച്ചത് കേട്ടോ. ഇതിനകത്തപ്പോൾ ഒരു ഡ്രോണും ഒരു ബാറ്ററിയും ഒരു റിമോട്ട് കൺട്രോളും മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വിഷ്വലൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല കാറ്റൊക്കെ അല്ലേ, പിന്നെ മാത്രമല്ല 4Kയിലൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം അത്യാവശ്യം പെട്ടെന്ന് നമ്മുടെ ബാറ്ററിയൊക്കെ തീർന്നു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മളിനി യാത്രകളൊക്കെ പോകുമ്പം ഈ തീരുന്നതനുസരിച്ച് പവർ ബാങ്കൊക്കെ കൊടുത്ത് നമ്മളിനി അത് ചാർജ് ചെയ്തിട്ടൊക്കെ വേണം തീരുമ്പം നമുക്കത് ഫ്ലൈ ചെയ്യാൻ വേണ്ടി കേട്ടോ. വീടല്ലേ ഇവിടെ മുഴുവനും ചൂണ്ടയിടലുകാരാണ് കേസ്. അടിപൊളി മൊത്തം ചൂണ്ടയിടലുകാരും മീൻപിടുത്തക്കാരും ഒക്കെയാണ്. പറയാനോ? പറഞ്ഞേ. ഞങ്ങൾ മുമ്പ് അവിടെ പോയപ്പോ അവിടെ പാമ്പിനെ കണ്ട്. അവിടെ ഇവിടെ ഇങ്ങനത്തെ കരയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. അച്ചാച്ചൻ പറഞ്ഞത് മീൻ പിടിച്ചപ്പോ കിട്ടിയതായിരിക്കും. ഈ മീൻ പിടിച്ച് ചൂണ്ടയിടാൻ വേണ്ടിയിട്ടൊക്കെ എന്നതാടാ? ഓ പേടിപ്പിച്ചല്ലോടാ. എന്തേ പോയോ? പേടിച്ചു പോയി. അപ്പുറത്തെ ചൂണ്ടയിട്ടട്ടെ, ചൂണ്ടയാണോ വലയാണോ എന്നറിയത്തില്ല, അതിനകത്ത് ഈ മീന് പകരം പാമ്പ് കയറി പിടിക്കും. അപ്പോൾ അതിനെല്ലാം ഇങ്ങനെ അവിടെ കൂട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു ചെയ്യുന്നതിനകത്ത് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡായിട്ട് കുറേ പാമ്പ് ഇങ്ങനെ കൂടി കിടക്കുന്നത്. അത് കണ്ടുകൊണ്ട് പേടിച്ച് വരുവാ പുള്ളി. അതാ പറഞ്ഞത് പാമ്പ് കിടക്കുന്നു പറഞ്ഞത്. ഇവിടെ താന്നു പോലും കേട്ടോ. അതുകൊണ്ടതേ ഈ ഒരു തോട്ടിൽ നിന്നും ഇതിനകത്തോട്ട് വെള്ളം കയറ്റുന്നുണ്ടോ? കണ്ടോ വെള്ളം കയറി പോകുന്നതാണോ? ഞാൻ പക്ഷെ ആമ്പല് പിരിഞ്ഞിരിക്കുന്ന കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ പറഞ്ഞു കേസ്. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സത്യം പറഞ്ഞാൽ അത് വാടിപ്പോവും. ഞങ്ങൾ ഇത്ര താമസിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രോൺ വാങ്ങിച്ചതിൻ്റെയും ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾ ഇന്നലെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇടുക്കിന്നാണ് ഈ സാധനം വാങ്ങിച്ചത്. അപ്പം അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഷൂട്ടൊക്കെ ചെയ്തതാണ്. പക്ഷേ എന്നാ പറയാനാ, ആ സമയത്ത് നമ്മുടെ മൈക്ക് വർക്കായില്ല. അതുകൊണ്ട് നമ്മുടെ ആ വീഡിയോ പാളി. അത് കാരണം ഞങ്ങളത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കിനാണ് തോന്നിയത് ഈ വീഡിയോ പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സമയത്ത് അങ്ങ് ഇറങ്ങിയത് കേട്ടോ. ഇപ്പം പോയാൽ പക്ഷേ ഉണ്ടല്ലോ ഇരുന്ന് ആഴമില്ലടാ. ഇരുന്ന് ആഴമില്ല. ഓ കുഞ്ഞാടത്ര ഒക്കെ ആഴേ ഉള്ളൂ. പോട്ടെ പോയാൽ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബായ് കൊടുത്തേ.